ഹായ് ചങ്കേളെ, എല്ലാവർക്കും മെഫ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സ്പെഷ്യൽ മസാലയിൽ തയ്യാറാക്കിയെടുക്കുന്ന സോയ ചങ്ക്സ് ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. സോയ ഒരു തവണ ഇതുപോലെ തയ്യാറാക്കിയാൽ ഇഷ്ടമല്ലാത്തവരും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. സോയ ചങ്ക്സ് കറക്റ്റായിട്ട് തയ്യാറാക്കിയെടുത്താൽ ബീഫ് ഫ്രൈയേക്കാളും സൂപ്പർ ടേസ്റ്റാണ്. ഏതിൻ്റെ കൂടെയും ഇതൊരു സൈഡ് ഡിഷായിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ സോയ ചങ്ക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാനൊരു പാത്രത്തിൽ 1.5 ലിറ്റർ വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി ഉപ്പ് വെള്ളത്തിൽ ഒന്ന് ലയിപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 200 ഗ്രാം സോയ ചങ്ക്സ് കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്, അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സോയ ചങ്ക്സ് തിളച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കുക. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം വെള്ളം പൂർണ്ണമായിട്ടും ഊറ്റിക്കളയുക. ഇപ്പം നമ്മൾ ഊറ്റിയെടുത്ത സോയാബീൻ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ വേവിച്ചതായതുകൊണ്ട് സോയ ചങ്ക്സ് കുറച്ച് വെള്ളം ഇതിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. അത് കൈ കൊണ്ട് പുഴിഞ്ഞ് കളയണം. ഇതുപോലെ കുറേച്ച കയ്യിലെടുത്ത് പിഴിഞ്ഞങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇത് മുഴുവനും പുഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ ഫ്രൈ പാനിലേക്ക് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒട്ടും കുറയ്ക്കരുത്, 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കിയെടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ച ഫ്ലേവറൊക്കെ ഉണ്ട്, അത് മാറുന്നത് വരെ 1-2 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ നിറമായി വരുന്ന സമയം ചേർത്ത് കൊടുക്കാനുള്ളത് 2 മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് അതിനോടൊപ്പം തന്നെ 1 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർത്ത് എളുപ്പ വഴിയെന്ന് നോക്കരുത്, അതിൻ്റെ തനതായ രുചി നഷ്ടപ്പെടും. ഇതാ നോക്കി, സവാളയൊക്കെ വഴറ്റി നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിക്കനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു 15-20 സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുക്കുമ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയെടുത്ത് അതിൻ്റെ മസാലയൊക്കെ അങ്ങോട്ട് പിടിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലപോലെ ഇളക്കിയെടുത്ത് ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സ് ഡ്രൈ ആവാതിരിക്കാനും ഒന്നും കൂടെ നല്ലപോലെ വേവാനുമാണ് വെള്ളം ഒഴിച്ചെടുത്തിരിക്കുന്നത്. ഇനി അതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഒരു അടപ്പെടുത്ത് അടച്ച് വെച്ചിട്ട്
തീ ലോ ഫ്ലെയിമിൽ നിന്നും അല്പം കൂട്ടി 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ സോയാ ചങ്ക്സൊക്കെ വെന്ത് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിൽ കുറച്ച് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകവും ചെറിയ ജീരകവും സ്കിപ്പ് ചെയ്യരുത്. അതാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തരുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ 5-6 മിനിറ്റ് കൈയെടുക്കാതെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ സോയാബീൻ ഫ്രൈ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനഘട്ട ഒരു മിനുക്ക് പണി. 1 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡിയായി വരും. കാണാനെന്ത് മനോഹരം നോക്കി. കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ കുറച്ച് ബ്ലാക്ക് കളർ വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഒഴിവാക്കിയാൽ മതി. ഇവിടെ ആർക്കും ബ്ലാക്ക് കളർ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ഇതിൽ ചേർത്തത്. ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ദോശയുടെയും ബെറോട്ടയുടെയും എന്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണ സോയാബീൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മാഫിൻ. ബായ് ബായ്.